പറഞ്ഞുകൊണ്ട് വണ്ടി കയറി എടുക്കുന്ന വരെ എന്തൊക്കെ ചെയ്യുന്നതാണ്? വണ്ടി കയറി ഫസ്റ്റ് ഞാൻ ഇത് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്തു, സീറ്റ് ബെൽറ്റ് ഇട്ടു, ഹാൻഡ് ബ്രേക്കും ഇത് ന്യൂട്രലാണോ എന്ന് ഞാൻ നോക്കി. എന്നിട്ട് ബ്രേക്കിലും ക്ലച്ച് ചവിട്ടി ബ്രേക്കിലൊരു കാല് വെച്ചിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. ബിക്കോസ് ഓൾറെഡി മിറർ കറക്റ്റഡ് ആണ് രണ്ട് സൈഡിൽ. അങ്ങനെയാണ് ചെയ്തത്. അങ്ങനെയാണ് ചെയ്തോണ്ടിരിക്കുന്നത്. അതെ, ഓക്കെ, അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ? അതെ. ഇറങ്ങി ഞാൻ ഇപ്പം ആ ലെഫ്റ്റ് സൈഡിൽ ഇരുന്ന വേണ്ടി പേടിയുണ്ടോ? ഇല്ല ഇല്ല. ഇതേതാ സ്ഥലം എന്ന് പറഞ്ഞ്? തുമ്പോളി. ഇതിപ്പോ ആലപ്പുഴ ജില്ലയല്ലേ? അതെ. ചേർത്തല അല്ലേ? ചേർത്തലാണോ ആലപ്പുഴയാണോ? ആലപ്പുഴ ജില്ലയില. ആലപ്പുഴ തന്നെ അതോ? തുമ്പോളി അർത്തുങ്കൽ കഴിഞ്ഞിട്ടുള്ള സ്ഥലമാണ്. അർത്തുങ്കൽ കഴിഞ്ഞിട്ടുണ്ട്. പറഞ്ഞു ആദ്യം വരെ കയറി ഇരുന്ന് എടുക്കുന്ന വരെ എന്തൊക്കെ ചെയ്തെടുക്കുന്നത് ഓടിച്ചോണ്ട് തന്നെ പറഞ്ഞു. ഓക്കെ, ഫസ്റ്റ് നമ്മൾ കയറി നേരെ ഇരുന്നു, ബ്രേക്കിൽ കാല് വെച്ചു. അതിനുശേഷം സ്റ്റിയറിംഗിൽ കൈ വെച്ചിട്ട് നമ്മുടെ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം ക്ലച്ചിൽ ചവിട്ടിയിട്ട് ന്യൂട്രൽ പൊസിഷൻ നോക്കി. അതിനുശേഷം വീണ്ടും ക്ലച്ചിൽ ചവിട്ടിയിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷം മിറർ അഡ്ജസ്റ്റ് ചെയ്തു. അതിനുശേഷം ഫസ്റ്റ് ഗിയർ ഇട്ടു. ക്ലച്ചിൽ ചവിട്ടിയിട്ട് ഫസ്റ്റ് ഗിയർ ഇട്ടു. അതിനുശേഷം ഹാൻഡ് ബ്രേക്ക് റിലീസാക്കി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത മിററിൽ നോക്കി വണ്ടി വരുന്നില്ലെന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം പയ്യെ ബ്രേക്കിൽ നിന്ന് കാല് റിലീസ് ചെയ്തിട്ട് ക്ലച്ചിൽ നിന്നും പയ്യെ. ബസ് വരുമ്പോൾ പേടിയുണ്ടോ? ഇല്ല. ഏത് വർഷം ലൈസൻസ് എടുത്തെന്ന് പറഞ്ഞേ? ലൈസൻസ് എടുത്തത് ഒരു 2018. ഞാനപ്പോ ഈ വീഡിയോ പറയുന്നതെല്ലാം സത്യമല്ലേ? രണ്ട് കൈയും കാലുമുള്ള ആർക്കും വണ്ടി ഓടിക്കത്തില്ലേ? തീർച്ചയായിട്ടും. ഈ ഡ്രൈവിങ്ങിന് അതൊരു പ്രായം പ്രശ്നമാണോ? അല്ല. നമുക്ക് തോന്നുന്നുണ്ടായിരുന്നല്ലേ അത് പ്രശ്നമാകും, ഇത്രയും നാളുമായിട്ട് ലൈസൻസ് എടുത്തിട്ട് ഇനിയിപ്പോ പാടാകും എന്നൊക്കെ തോന്നി അല്ലേ? അപ്പൊ അത് പ്രശ്നമായിട്ടുണ്ടോ? ഇല്ല. ലൈസൻസ് ഉണ്ടോ കൈയും കാലും ഉണ്ടോ ആർക്കും എന്ത് ചെയ്യാം അല്ല. ഞാൻ ആ വീഡിയോ പറയുന്ന കാര്യങ്ങൾ കറക്റ്റ് അല്ലേ? ഇപ്പൊ ആർത്തങ്കപ്പള്ളിയോണ്ട് പോകുന്ന വഴിയല്ലേ? ആർത്തിങ്കിലേക്ക് പോകുന്നുണ്ട്. അല്ല, ഡ്രൈവിംഗ് പഠിക്കാൻ വേണ്ടിട്ട് പുതിയ വണ്ടിയോ പഴയ വണ്ടിയൊന്നും വല്ലതും ഉണ്ടോ? ഇല്ല. അതൊക്കെ നമ്മളെ തെറ്റുകാരണങ്ങളല്ലേ? തീർച്ചയായിട്ടും. വണ്ടി പഠിക്കാൻ വേണ്ടിട്ട് എന്ത് വണ്ടി വേണം? പഴയ വണ്ടി അല്ലേ? പഴയ വണ്ടി ഉണ്ടല്ലേ പഠിക്കാൻ പറ്റുള്ളൂ അല്ലേ? ഇത് പുതിയ വണ്ടിയല്ലേ? അത് തട്ടിയാലും മുട്ടിയാലും വണ്ടി ഒന്ന് തന്നെയല്ലേ? ഇപ്പൊ പഴയതായാലും പുതിയ ആയാലും തട്ടിയതല്ലേ? ഇപ്പൊ പഴയ വണ്ടിയാണെന്നും പറഞ്ഞ് നമ്മളൊരു പഴയ വണ്ടി എടുത്തു, അത് തട്ടി, ഈ തട്ടി പാടെ കൊണ്ട് കൊടുക്കും ആർക്കെങ്കിലും? അത് നമ്മൾ സെറ്റാക്കി കൊടുക്കണം. എത്ര രൂപ ചിലവാകും? പഴയ വണ്ടി പുതിയ വണ്ടിയെക്കാട്ടിലും ശരിയാക്കണമെങ്കിൽ പഴയ വണ്ടി പൈസ കൊടുക്കേണ്ടി വരും. അതുപോലെ ചിലവായതിന്. അപ്പൊ പുതിയ വണ്ടി തട്ടിയാലും തട്ടിയതാ, പഴയ വണ്ടി തട്ടിയാലും തട്ടിയത് തന്നെയാണ്. അപ്പൊ നമുക്ക് വണ്ടി പഠിക്കാൻ വേണ്ടിയിട്ട് പുതിയ വണ്ടി പഴയ വണ്ടി ഒന്നും ഇല്ല. നമുക്ക് അതിനകത്തിൽ നമ്മുടെ മിസ്റ്റേക്ക് എന്താണ് അത് മനസ്സിലാക്കി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ അതേപോലെ പഠിക്കൽ. പഴയ വണ്ടിയിലായാലും പുതിയ വണ്ടിയിലും ചെയ്ത് കഴിഞ്ഞാൽ പുതിയ വണ്ടിയൊന്നും ഇല്ല, പഴയ വണ്ടിയൊന്നും ഇല്ല, ഡ്രൈവിംഗ് എല്ലാം ഒന്ന് തന്നെ ആയിരിക്കും അല്ലേ? പലരും പറയുന്നത് കേട്ടിട്ടില്ലേ? ഡ്രൈവിംഗ് പഠിക്കാൻ വേണ്ടി ഒരു പഴയ വണ്ടി എടുക്കണം, പഠിച്ചു കഴിഞ്ഞിട്ട് വേണം ഒരു പുതിയ വണ്ടി അല്ലേ? ഇതേതാ സ്ഥലം? പൊള്ളേത്തൈ. പേടിയായിരുന്നല്ലേ? നമ്മളിപ്പോ ക്ലാസ് തുടങ്ങിയിട്ട് എത്ര 5 മണിക്കൂറല്ലേ ആവുള്ളൂ അല്ലേ? അല്ലേ? ഒരു ദിവസം പോരെ ഒരു ഡ്രൈവിംഗ് പഠിക്കാൻ? അപ്പൊ പലരും വിളിക്കുമ്പോൾ ചോദിക്കാറുണ്ട് ഒറ്റ ദിവസം കൊണ്ട് ക്ലാസ് തീരുവോ? വളരെ സംശയമാണ്. കാരണം അവർ പഠിച്ചു വെച്ച രീതിയും അല്ലേ? എനിക്കൊരു ഫുൾ ഡേ കിട്ടണമെന്നായിരുന്നു ആദ്യം. കാരണം അത് പറഞ്ഞു തരാൻ ഒരാളുണ്ട്. നമുക്ക് ഒരു ദിവസം മതി. അതെ അല്ലേ? കാരണം നമ്മൾ വണ്ടി ഓടിക്കുന്നത് എന്തുകൊണ്ട്? രണ്ട് കൈ കൊണ്ടും രണ്ട് കാലും കൊണ്ടും. കാരണം അത് ചലിക്കാതെ ഒരു ഡ്രൈവിംഗ് പറ്റില്ല. പറ്റുമോ? ഞാൻ ഇന്നിടത്തോട് ഇന്നവരെ ഓടിച്ചു അല്ലേ? പലരും പറഞ്ഞ കേട്ടിട്ടില്ലേ? ഞാൻ ഇത്രയും അങ്ങനെ താനും ഓടിയിട്ടില്ലേ? ഞാൻ ഇങ്ങനെ ആലപ്പുഴയൊക്കെ പോയില്ലേ? അവിടെ ഇവിടെ എല്ലാം കുറേ ഓടിയാ അല്ലേ? വല്ല കാര്യമുണ്ടോ? അപ്പൊ പലരും വിളിക്കുമ്പോഴാണെങ്കിലും പലരും പറയുന്നത് ഇത് തന്നെ. ഞങ്ങൾ ഇങ്ങനെ കുറേ ഇങ്ങനെ ഹസ്ബൻഡിന്റെ കൂടെ ആണെങ്കിലും വല്ല അടുത്തുള്ള ഒരാളിന്റെ കൂടെ ആണെങ്കിലും അല്ലേ? ഇപ്പൊ തനിക്ക് ബോധ്യമായില്ലേ നമ്മൾ പഠിച്ചു വെച്ചതൊന്നും ഒന്നുമല്ല, അതല്ല ഡ്രൈവിംഗ് എന്നും അങ്ങനല്ല ചെയ്യേണ്ടതെന്നും മനസ്സിലായില്ലേ?
മാരാരി റിസോർട്ട് അല്ലേ? ബീച്ച്, മാരാരി ബീച്ച് അല്ലേ? മാരാരി ബീച്ച് റിസോർട്ട്. മാരാരി ബീച്ച് റിസോർട്ട്. ആ സൈഡെല്ലാം ബീച്ച് അല്ലേ? ഇവിടെ ഫുള്ള് റിസോർട്ടും ഹോം സ്റ്റേ ഒക്കെയാ. അത്യാവശ്യം ഫോറിനേഴ്സ് ഒക്കെ വരുന്ന സ്ഥലമാണ്. സ്ഥലമാ ഇത് മാരാരിക്കുളം അല്ലേ? മാരാരിക്കുളം എല്ലാം ഹോം സ്റ്റേ. ഇവിടെ ക്രിസ്മസ് ടൈം വരെ ഫുൾ ബുക്കാ. ക്രിസ്മസ് അല്ല, ന്യൂ ഇയർ ആദ്യത്തെ ആഴ്ച വരെയൊക്കെ. ആണോ? നല്ല തിരക്കായിരിക്കും അല്ലേ? അപ്പൊ ഈ മറ്റേ ഈ അർത്തുങ്കപ്പള്ളിയിലൊക്കെ ഭയങ്കര തിരക്കായിരിക്കും. അർത്തുങ്കപ്പള്ളിയിലല്ല, നമുക്ക് കൂടുതലും ഫോർട്ട് കൊച്ചി, മാരാരിയൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുള്ള തിരക്കുണ്ടാവും. നമുക്കിവിടെ നേരെ സ്ട്രെയിറ്റ് ആണോ അതോ റൈറ്റാ? സ്ട്രെയിറ്റാ. ഞാൻ ഈ ആർത്തുങ്കൽ, ഈ മാരാരി, ഈ റൗണ്ടിലോട്ട് ആദ്യമായിട്ടാണ് ക്ലാസ്സിന് വരുന്നത്. ആണല്ലേ? ഇതൊക്കെ വലിയ റിസോർട്ടാണ്. റേറ്റ് അവിടെയൊക്കെ ആണല്ലേ? ഈ സമയത്ത് നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര റേറ്റ് ആണോ? സ്വന്തം ഇല്ല, ബോട്ടൊക്കെ കാണാമായിരിക്കും. എന്റെ ബാക്കിൽ കടലാണ്. ഇങ്ങനെ വണ്ടി കൊണ്ട് പോകുമ്പോഴേ പലരും വിചാരിക്കും ഇതുപോലെ വണ്ടി ഓടിക്കാൻ എക്സ്പേർട്ട് ആയതുകൊണ്ടായിരിക്കും. കാരണം ക്ലച്ച് കൂട്ടാൻ പറയുന്നില്ല, ബ്രേക്ക് കൂട്ടാൻ പറയുന്നില്ല, ആക്സിലേറ്റർ കൂട്ടാൻ പറയുന്നില്ല, നിർത്താൻ പറയുന്നില്ല, വണ്ടി ഗിയർ മാറാൻ അങ്ങനൊന്നും പറയുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഓർക്കും ഇത് എക്സ്പേർട്ട് ആയ ഒരാളാണെന്ന് ഓർക്കും. ശരിയല്ലേ? ശരിയാണ്. നമുക്കെല്ലാം അറിയത്തുള്ളൂ. നമുക്ക് ഇത്ര നേരത്തെ ഒരു ഇത് കിട്ടിയതുകൊണ്ട് കുറച്ചുകൂടി കോൺഫിഡൻസ് കിട്ടി. എന്റെ അവിടെ ഒരു വണ്ടി ബസ് വരുമ്പോഴേ നമ്മൾ ഇവിടെ നിന്ന് ഔട്ട് വരുന്നില്ലേ? അതെ, പേടിയായിരുന്നു. കാരണം ഇത് ബസ് വരുമ്പോ തന്നെ ഒരു പേടിയായിരുന്നു. ഇപ്പൊ ആ ബസ് വരുന്നുണ്ട്, വല്ല പേടിക്കുന്നുണ്ടോ? ഇല്ല, കാരണം നമുക്ക് സ്പേസ് ഉണ്ട്. നല്ല സ്പേസ് ആയിട്ട് തോന്നുന്നുണ്ട് അല്ലേ? പറ്റുമെന്ന് ഒരു ധാരണ ഇതുണ്ട്. എവിടെ വർക്ക് ചെയ്യുന്ന പറഞ്ഞു? വർക്ക് ചെയ്യുന്നത് കലൂരാണ്. കലൂര് എന്താ വർക്ക്? നമ്മുടെ അസറ്റ് മാനേജ്മെന്റ് കമ്പനി. അസറ്റ് മാനേജ്മെന്റ് കമ്പനി. നാളെ മുതൽ ഇപ്പൊ കലൂര് കൊണ്ടുപോകല്ലോ വണ്ടി ധൈര്യമായിട്ട്? ഉറപ്പുണ്ടോ? ട്രൈ ചെയ്യാലോ. അതെ. ചെത്തിപ്പാലോ? ചെത്തി എന്നാണ് സ്ഥലത്തിന്റെ പേര്. ആണ് ചെത്തിപ്പാലം അല്ലേ? ഇതിപ്പോ അർത്തുങ്കൽ പള്ളിയുടെ അടുത്തുള്ള സ്ഥലമല്ലേ? ചെത്തി അല്ലേ? അർത്തുങ്കൽ പള്ളി എന്ന് വെച്ചാൽ ഫേമസ് അല്ലേ? എല്ലാം ജനുവരിയിൽ ഒരു മാസം പെരുന്നാളാണ് ഇവിടെ ഉള്ളത്. ജനുവരിയില് 10-ാം തീയതി തുടങ്ങി കഴിഞ്ഞാൽ 20-28. ആണോ? എത്രാം തീയതി തുടങ്ങുന്നേ? 10 ജനുവരി. 10-15 ദിവസത്തെ ഉണ്ടല്ലേ? 10-20 ദിവസത്തെ 3 ആഴ്ചത്തോളം പെരുന്നാളുണ്ട്. നല്ല തിരക്കായിരിക്കും ഇവിടെ. ആണല്ലേ? നമ്മുടെ വീടിരിക്കുന്ന കറക്റ്റ് പ്രോപ്പർ സ്ഥലത്തിന്റെ പേരെന്താ? അഴീക്കൽ അന്ധകാരനഴി എന്ന് പറയും. അന്ധകാരനഴി. അന്ധകാരനഴി. എന്തൊരു പ്രശ്നമുണ്ട് ഇവിടെ. എന്തോ? ഒരു സൈഡ് മാത്രമേ നോക്കാറുള്ളൂ ചാടുമ്പളേ. ആരെ? ഇവിടുത്തെ ആൾക്കാര്. ബീച്ച് റോഡിൽ കൂടി പോകുമ്പോ ഏറ്റവും വലിയ പ്രശ്നം അതാ. ബീച്ച് റോഡിലെല്ലാം അങ്ങനല്ലേ? വൺ സൈഡേ നോക്കത്തുള്ളൂ, മറ്റേ ഓപ്പോസിറ്റ് നോക്കത്തില്ല. അവിടെ നിന്ന് വരുന്ന വണ്ടി മാത്രം ഇവിടെ നോക്കുന്നവർ കയറി പോകും. ഇപ്പൊ ആൾക്കാർ ആ ലെഫ്റ്റ് സൈഡിൽ നിൽക്കുന്നത് വണ്ടി വരുന്നതൊക്കെ പേടി തോന്നുന്നുണ്ടോ? ഇല്ല. ഇവിടോട്ട് വന്ന സൈക്കിളുകാർ കുറവാന്ന് തോന്നുന്നല്ലേ? സൈക്കിളുകാർ ഈ സമയമായതുകൊണ്ടാണെന്ന് തോന്നുന്നു. ആണോ? സൈക്കിളുകാരുണ്ട് ഇവിടെയും. ആലപ്പുഴയോട്ട് വന്നതിനുള്ള സൈക്കിളാണ്. ആലപ്പുഴ എല്ലാം ക്ലാസ് കൊടുക്കാൻ പോയപ്പോഴെല്ലാം സൈക്കിളിന്റെ മേളം വരുന്ന ചേർത്തലയും. ഉണ്ടോ പറഞ്ഞില്ല, അതിന് മുമ്പ് വരുന്നുണ്ട്. പിള്ളേരിങ്ങനെ പോകുന്നുണ്ട് എങ്ങടാ? നേരന്ന് അതിന്റെ ആവശ്യമില്ല. നമുക്ക് ലെഫ്റ്റിലേക്കാണ് വളയേണ്ടത്. നമ്മൾ നമ്മുടെ സൈഡിലോട്ട് അടുപ്പിച്ച് കൊണ്ടുപോകും. ഇത്രേ ഉള്ളൂ കേട്ടോ. വണ്ടി ഇവിടെ വെച്ചൊരു വണ്ടി ഞാൻ തട്ടിയിട്ടുള്ളൂ. ഇവിടെ വെച്ചേ പണ്ട് കുറെ നാളായി.
അത് നോക്കാതെ ഒരൊറ്റ വള അങ്ങോട്ട് വളച്ചു. ഒരു ബൈക്കാരനോട് തട്ടി. പുള്ളി നോക്കിയില്ല, ഞാനും നോക്കിയില്ല. നമ്മുടെ വണ്ടിയുടെ ഇത്തിരി പെയിന്റ് പോയെന്നേ ഉള്ളൂ, വേറെ പ്രശ്നം. പുള്ളി അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നു, ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട്. അപ്പൊ വണ്ടി എടുത്തപ്പോ കുറച്ച് റൈറ്റ് സൈഡ് കയറിപ്പോയി. അത് ഉദ്ദേശിച്ച് നമ്മള് പിടിക്കുന്നേ. അതെ. പേരെന്താ പറഞ്ഞ? അൽവിൻ. അൽവിൻ. സത്യം പറഞ്ഞാൽ ഈ ഡ്രൈവിംഗ് പഠിക്കാൻ വേണ്ടിട്ടേ ഈ ലെഫ്റ്റ് സൈഡ് ക്ലച്ചിന്റെ ബ്രേക്കിന്റെ ആവശ്യമുണ്ടോ ഡ്രൈവിംഗ് പഠിക്കാൻ വേണ്ടിട്ട്? ഇല്ല. ഇല്ല. ഉറപ്പാണ് അല്ലേ? ഉറപ്പാണ് അല്ലേ? നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് വ്യക്തമാക്കി മനസ്സിലാക്കി തന്നാൽ അതിന്റെ ആവശ്യമുണ്ടോ? ഈ ഇങ്ങനെയുള്ള വണ്ടിയിലെ പഠിക്കാവുന്നുണ്ടോ? ഇല്ല. 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 ഈ വളവിനൊക്കെ പേടിയുണ്ടോ? ഇല്ല. അപ്പൊ ധൈര്യമായിട്ട് പോകാനല്ലോ അല്ലേ? ഉറപ്പല്ലേ? പഠിച്ചേക്കട്ടെ. ഓക്കെ. അപ്പോൾ എന്നെ കൊണ്ട് വിട്ടിട്ട് നമ്മുടെ പത്മാച്ചിക്കവല എന്ന് പറഞ്ഞ സ്ഥലത്ത് എന്നെ കൊണ്ട് വിട്ടിട്ട് തന്നെ പോവുകയാണ്. അടിപൊളിയായിട്ട് തന്നെ പോകുന്നു കേട്ടോ.